വഅദിന് വരുമ്പോൾ ധരിക്കുന്നത് പോലെ മാന്യമായ അതേ വേഷം തന്നെയാണ് പൊതുവെ ജീവിതത്തിലും നമ്മുടെ ഉമ്മമാർ ധരിക്കുന്നതെന്നാണ്. ചില നാടുകളിലൊക്കെ പോകുമ്പോൾ ആളുകൾ പറയും, വഅദിന് വരുമ്പോഴുള്ള വേഷം നോക്കിയിട്ട് പെണ്ണുങ്ങന്മാരെ വിലയിരുത്തല്ലേ ഉസ്താദേ. വഅദിന് വരുമ്പോഴും മരണ വീട്ടിലേക്ക് വരുമ്പോഴും വളരെ മാന്യമായ വേഷവിധാനങ്ങളൊക്കെ എല്ലാവരും ധരിക്കും. വേറെ ചില സ്ഥലങ്ങളിൽ വെച്ച് അവരെ കാണുമ്പോഴാണ് അവരുടെ യഥാർത്ഥമായ വേഷം എന്താണെന്ന് മനസ്സിലാവുകയുള്ളൂ. ഈ പ്രദേശത്തൊന്നും അങ്ങനെയല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അള്ളാഹു എൻ്റെ ധാരണ ശരിയാക്കി തരട്ടെ അല്ലേ. മഹാനായ സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു കഅബാലയത്തിന്റെ മുറ്റത്തിരിക്കുമ്പോ ഒരു സഹോദരി ആ പരിസരത്തുകൂടെ കടന്നു വരികയാണ്. പരിശുദ്ധമായ കഅബാലയത്തിന്റെ കറുത്ത കില്ലയിലേക്ക് നെഞ്ചി വിരിച്ചുകൊണ്ട്, നെഞ്ചു ചേർത്തു വെച്ചുകൊണ്ട്, പിടയുന്ന മനസ്സോടുകൂടെ, ഇടയുന്ന നെഞ്ചോടുകൂടെ, ഉരുകി ഒലിക്കുന്ന കണ്ണുനീരോടെ ആ ഉമ്മയതാ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. സയ്യിദുനാ ഇബ്നു അബ്ബായ ഒരു പെണ്ണിനെ കാണിച്ചു തരട്ടെയോ? അവർ പറഞ്ഞു, അതേ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ കഅബാലയത്തിന്റെ കില്ലയിലേക്ക് നെഞ്ചു ചേർത്തു വെച്ച് അല്ലാഹുവിനോട് ദുആ ചെയ്ത് കരയുന്ന പെണ്ണിനെ കണ്ടോ? അവർ സ്വർഗാവകാശിയാണ്. എന്താണ് കാരണം? അവരൊരിക്കൽ അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിൽ വന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വന്നത് ഒരു പരാതി പറയാനാണ്. ജീവിതത്തിന്റെ വലിയ ഒരു വിഷമത്തിന്റെ കെട്ടടിച്ചു വെക്കാനാണ്. ആ പെണ്ണ് വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ് ഇന്നി ലഉസ്റഉ വഅതകശഫു. എനിക്ക് അപസ്മാര രോഗമുണ്ട്. ഞാൻ ആളുകളുടെ ഇടയിൽ ഇരിക്കുമ്പോൾ ചിലപ്പോ ഈ അപസ്മാര രോഗം പെട്ടെന്ന് ഇളകും, ഞാൻ വീണു പോകും. അങ്ങനെ വീണു പോകുമ്പോൾ എൻ്റെ ഔറത്ത് വെളിപ്പെടാറുണ്ട്. അതെനിക്ക് വല്ലാത്ത നാണക്കേട് സൃഷ്ടിക്കുന്നുണ്ട്. അതുകൊണ്ട് അല്ലാഹുവിനോടങ്ങ് ദുആ ചെയ്യുമോ എൻ്റെ രോഗമെന്ന് ഭേദപ്പെടുത്തി തരാൻ, എൻ്റെ അസുഖത്തിനൊരു ശമനം കിട്ടാൻ. അപ്പൊ ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രണ്ട് ഓപ്ഷൻസ് ആ പെണ്ണിന്റെ മുന്നിൽ വെക്കുകയാണ്. എന്താണ് ഓപ്ഷൻ എ? ഓപ്ഷൻ എ, ഇൻ ശിഇതി സ്വബർത്തി ഫലക്കിൽ ജന്ന. പെണ്ണേ, ഒന്നുകിൽ നിങ്ങൾക്ക് ക്ഷമിക്കാം, അള്ളാഹുവിൻ്റെ വിധിയല്ലേ, പടച്ച തമ്പുരാന്റെ പരീക്ഷണമല്ലേ. അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളിൽ, അവന്റെ വിധികളിൽ നാം ക്ഷമിക്കുകയാണെങ്കിൽ സുബ്ഹാനല്ലാഹ്, സ്വർഗ്ഗമുറപ്പാണ്. ഈ വേദിയിലേക്ക് കടന്നു വരുന്നതിന്റെ മുമ്പ് പ്രിയപ്പെട്ട സഹോദരൻ ഫൈസൽ എന്ന് പറയുന്ന സഹോദരന്റെ വീട്ടിൽ പോയി മരണപ്പെട്ടു പോയ അവരുടെ മകന് വേണ്ടി ദുആ ചെയ്തു. ആ മകൻ അല്ലാഹു തആല സ്വർഗ്ഗം കൊടുക്കട്ടെ. ഈ നാടിനെ കണ്ണീരിലാഴ്ത്തിയിട്ടല്ലേ പ്രിയപ്പെട്ട ആ ചെറുപ്പക്കാരൻ ഈ ലോകത്തോട് വിട പറയുന്നത്. ഒരു മകൻ മരിച്ചു പോകുമ്പോൾ, മകള് മരിച്ചു പോകുമ്പോ ഉറ്റവരായ ഉടയവരായ ആളുകൾ, പ്രത്യേകിച്ച് കുഞ്ഞു മക്കൾ മരിച്ചു പോകുമ്പോ, കഴിഞ്ഞ ദിവസം നമ്മൾ വാർത്താ മാധ്യമങ്ങളിൽ കണ്ടില്ലേ, ഒരു കുടുംബത്തിലെ 3-4 കുട്ടികൾ ഒന്നിച്ച് അപകടത്തിൽപ്പെട്ട് ലോകത്തോട് വിട പറഞ്ഞു പോയത്. ഇന്നാലില്ലാഹ്. ഇതുപോലെയുള്ള വലിയ വലിയ അത്യാഹിതങ്ങൾ വരുമ്പോ അള്ളാഹുവിന്റെ വിധിയല്ലയോ, പടച്ചവന്റെ പരീക്ഷണമല്ലയോ എന്നോർത്തുകൊണ്ട് ക്ഷമിക്കാൻ ഒരാൾ സന്നദ്ധനായാൽ ആ മനുഷ്യന് സ്വർഗ്ഗമുറപ്പാണ്. അള്ളാഹു ആ മകനും ആ മകന്റെ മരണത്തിൽ അള്ളാഹുവിന്റെ വിധിയിൽ ക്ഷമിക്കുന്ന മാതാപിതാക്കൾക്കും സ്വർഗം ഉറപ്പ് കൊടുക്കട്ടെ, സ്വർഗം പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഈ മജ്ലിസിൽ വെച്ച് നമുക്ക് പ്രത്യേകമായി ദുആ ചെയ്യാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ പെണ്ണിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുക്കുന്ന ഓപ്ഷൻസ് ആണ്. ഒന്നുകിൽ നിനക്ക് പടച്ചവന്റെ പരീക്ഷണത്തിൽ ക്ഷമിച്ച് സ്വർഗം ഉറപ്പാക്കാം, സ്വർഗം കിട്ടുന്നുള്ള കാര്യം ഉറപ്പാ. ഇനി ഓപ്ഷൻ ബി. എന്താണ് ഓപ്ഷൻ ബി?
വഇൻ ശിഅതി ദഅഉതുല്ലാ, വേണമെങ്കിൽ ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്തു കൊള്ളാം. അൻ യശ്ഫിയകി വയുആഫിയകി, നിങ്ങൾക്ക് ആഫിയത്ത് നൽകാൻ, നിങ്ങളുടെ രോഗം ഭേദപ്പെടുത്താൻ, നിങ്ങളുടെ അസുഖം ശമിപ്പിക്കാൻ. എന്തു വേണം? ആ പെണ്ണ് പറഞ്ഞു ഓപ്ഷൻ എ. സ്വർഗം എന്ന് കേട്ടപ്പോൾ വേറൊന്നും ചിന്തിക്കല്ല. സ്വർഗം കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പായപ്പോൾ അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എൻ്റെ രോഗം മാറണമെന്ന് എനിക്കിപ്പോൾ മോഹമില്ല. എൻ്റെ മുന്നിലുള്ളത് സ്വർഗം മാത്രമാണ്. ആ സ്വർഗം കിട്ടിയാൽ എനിക്ക് വേറെന്തും വേണ്ട. പക്ഷെ അവസാനമായിട്ടൊരൊറ്റ വാക്ക്, രോഗം മാറേണ്ടതില്ല, ഇനിയും അപസ്മാരം വരട്ടെ, ഇനിയും ഞാൻ വീണു പോകട്ടെ, ഇനിയും എൻ്റെ പരീക്ഷണങ്ങൾ തുടരട്ടെ. പക്ഷേ ഒരൊറ്റ കാര്യം, ജനങ്ങളുടെ മുന്നിൽ വെച്ച് വീണു പോകുമ്പോ എൻ്റെ ഔറത്ത് വെളിപ്പെടുന്ന നാണം കെട്ട ഏർപ്പാടുണ്ടല്ലോ, അതെങ്കിലും ഒന്ന് ഒഴിവാക്കി തരാൻ അള്ളാഹുവിനോടൊന്ന് ദുആ ചെയ്യുമോ? സുബ്ഹാനല്ലാഹ്. ബോധം ഇല്ലാതെ കിടക്കുന്ന നേരത്തു പോലും ഔറത്തിന്റെ ഒരു ഭാഗം വെളിപ്പെടുന്നത് നാണത്തോടുകൂടെ കാണുന്നതിൻ്റെ പേരാകുന്നു ഈമാൻ. ലജ്ജ പോയാൽ പിന്നെ ഈമാൻ ഇല്ല എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. ഈമാനും ഹയാവും ബെസ്റ്റികളാണ്. പഴയ കാലത്തൊക്കെ കാമുകി കാമുകൻ, ഭാര്യ ഭർത്താവ് എന്നൊക്കെയാണ് പറയാ. ഇപ്പോൾ ക്രഷായി, ലവറായി, ബെസ്റ്റിയായി, ബെഞ്ചിങ്ങായി, എന്തെല്ലാം തരത്തിലുള്ള സ്നേഹപ്രകടനങ്ങളാ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ അർത്ഥം വെച്ചത്. ഈമാനും ഹയാവും തൗഅമാനി, ബെസ്റ്റികളാണ്. അതായത് ഒരാൾ ഇല്ലെങ്കിൽ മറ്റൊരാളെ കാണാൻ പറ്റൂല. ഉറൂസിന് 2 ബെസ്റ്റികൾ വരാൻ തീരുമാനിച്ചാൽ ഒരാൾ വിളിച്ചിട്ട് പറയാണ് എനിക്കിന്ന് പനിയാണ്, ഞാൻ വരുന്നില്ല. മറ്റാൾ ബെസ്റ്റി ആണെങ്കിൽ, ഒറിജിനൽ ബെസ്റ്റി ആണെങ്കിൽ മറ്റേ ആളും ഉണ്ടാവില്ല. അതാണ് ബെസ്റ്റി എന്ന് പറഞ്ഞാൽ. ഈമാനും ഹയാവും അതുപോലെയാ. ലജ്ജ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ അതിൻ്റെ ബെസ്റ്റിയാകുന്നു ഈമാൻ. ഈമാനും ഇറങ്ങിപ്പോയി എന്നാ അതിൻ്റെ അർത്ഥം. അല്ലാഹു തആല നമ്മെ കാത്ത് രക്ഷിക്കട്ടെ. നഊദു ബില്ലാഹ്. അതിനേക്കാൾ വലിയ അപകടം എന്താണ്? ഒരൊറ്റ ഹദീസ്, നേരത്തെ പറഞ്ഞ ഹദീസിനോട് ബന്ധമുള്ള ഒരു ഹദീസ് കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. എൻ്റെ പ്രസംഗം ഞാൻ നിർത്താൻ പോവുകയാണ്. പുണ്യ റസൂൽ ഒരിക്കൽ സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബാ ഇസ്തഹ്യൂ മിനല്ലാഹി ഹഖൽ ഹയാ. സ്വഹാബത്തെ, നിങ്ങൾ ശരിക്കും നാണമുള്ളവരാകണം. അപ്പൊ സ്വഹാബത്ത് ചിരിച്ചു. അള്ളാഹുവിൻ്റെ റസൂലെ, ഞങ്ങളൊക്കെ നാണവും മാനമുള്ള മനുഷ്യന്മാരല്ലേ, പിന്നെന്തിനാ ഞങ്ങളോടത് പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, 4 ആള് കൂടുന്നിടത്ത് നാട്ടുകാരുടെ മുന്നിൽ വച്ച് നീ കാണിക്കുന്ന മാന്യമായ പെരുമാറ്റത്തിൻ്റെ പേര് അത് മാത്രമല്ലടാ ലജ്ജ എന്ന് പറയുന്നത്. സ്വകാര്യമായ നിന്റെ നിമിഷങ്ങൾ, ആരും കാണാനില്ലാത്ത നേരങ്ങൾ, അവിടെ ഉമ്മയില്ല, ഉപ്പയില്ല, ഉസ്താദില്ല, ഉടപ്പിറപ്പുകളില്ല, നീ ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന, പേടിക്കുന്ന, ഭയപ്പെടുന്ന ഒരാൾ പോലും നിന്റെ കൂടെയില്ല. നീ ഒറ്റക്കാണ്. നിന്റെ ഏകാന്തമായ നിമിഷമാണ്. നിന്റെ കയ്യിൽ ഒരു മൊബൈൽ ഫോണുണ്ട്. ആ മൊബൈൽ ഫോൺ തുറന്നാൽ, ഇന്റർനെറ്റിന്റെ മായാലോകം തുറന്നു വന്നാൽ, ഈ ലോകത്തുള്ള എല്ലാ വേണ്ടാത്തരങ്ങളും, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ആഭാസത്തരങ്ങളും ഒന്നിന് പിറകെ ഒന്നായി നിന്റെ കൺമുന്നിൽ ഇങ്ങനെ തെളിഞ്ഞു വരികയാണ്. ഈ ലോകത്ത് നടക്കുന്ന എല്ലാ ഹറാമുകളും, എല്ലാ വേണ്ടാത്തരങ്ങളും, എല്ലാ നഗ്നമായ ആഭാസങ്ങളും നിന്റെ മുന്നിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ആ സമയത്ത് പടച്ചവനെ, എൻ്റെ ഉമ്മ കാണുന്നില്ല, ഉപ്പ കാണുന്നില്ല, ഉസ്താദ് കാണുന്നില്ല, ഉറ്റവരാരും കൂടെയില്ല. പക്ഷേ നീ എൻ്റെ കൂടെയുണ്ടല്ലോ റബ്ബേ. നീ എന്നെ കാണുന്നുവല്ലോ റബ്ബേ. നീ എന്നെ കേൾക്കുന്നുവല്ലോ റബ്ബേ. നീ എന്നെ അറിയുന്നുവല്ലോ റബ്ബേ. യഅലമു ഖായിനത്തൽ അയുനി വമാ തുഖ്ഫിസ് സുദൂർ. നിന്റെ കണ്ണുകൊണ്ട് നീ എന്താണ് കാണുന്നത്? ഈ മൊബൈൽ ഫോൺ തുറന്നു വെച്ചിട്ട് നിന്റെ കണ്ണുകൊണ്ട് നീ എന്തെല്ലാം വാച്ച് ചെയ്യുന്നുണ്ട്?
നിന്റെ ഹൃദയത്തിലൂടെ എന്തെല്ലാം കള്ളത്തരങ്ങൾ വന്നു പോകുന്നുണ്ട്, നിന്റെ മനസ്സിൽ ഏതെല്ലാം തിന്മകളുടെ ചിറക് മുളച്ചു വരുന്നുണ്ട്, ഇതൊക്കെ അറിയുന്നവനാണ് പടച്ച തമ്പുരാൻ. ആ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് നിന്റെ കണ്ണിനെ നിയന്ത്രിക്കാൻ നിനക്ക് സാധിക്കുന്നുവോ, അതാണ് യഥാർത്ഥ ലജ്ജ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.